ആരിഫ് ഹുസൈൻ ലണ്ടനിൽ പോയി പറഞ്ഞത് വ്യഭിചാരത്തിൽ ജനിച്ച മകളെ പിതാവിനെ വിവാഹം കഴിക്കാം എന്ന് പറയുന്ന വിശുദ്ധ ഖുർആനിലെ ആയത്ത് ഞങ്ങളുടെ കൈവശമുണ്ടെന്നാണ്. എങ്കിൽ അതൊന്ന് കാണിക്കൂ എന്ന് അവിടെയുള്ളവർ ആവശ്യപ്പെട്ടപ്പോൾ 10-20ഓളം മിനിറ്റ് മൊബൈലിൽ അരിച്ചു പറക്കിയിട്ടും അങ്ങനെ ഒരു ആയത്ത് കാണിക്കാൻ കഴിയാതെ ആരിഫ് ഹുസൈന് അവിടെ നിന്ന് പിന്മാറേണ്ടി വന്നു. വിശുദ്ധ ഖുർആനിൽ നിന്നോ വിശുദ്ധ ഹദീസിൽ നിന്നോ അങ്ങനെ ഒരു അരവരി പോലും കാണിക്കാൻ കഴിയില്ലെന്ന് സകല നിരീശ്വരവാദികൾക്കും ബോധ്യപ്പെട്ടപ്പോൾ പുതിയൊരു അടവുമായിട്ടാണ് അവർ രംഗത്തെത്തിയിരിക്കുന്നത്. ഖുർആനിലല്ല ഫത്ഹുൽ മുഈനിലാണുള്ളത്. ഷാഫിഈ മദ്ഹബിൽ ഇത് അനുവദിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ സകല ഇസ്ലാം വിരോധികളും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കിതിൻ്റെ സത്യാവസ്ഥയൊന്ന് പരിശോധിക്കാം. അവരുടെ വാദം ഇപ്രകാരമാണ്: വ്യഭിചാരത്തിൽ ജനിച്ച മകളെ പിതാവിന് വിവാഹം കഴിക്കാൻ ഇസ്ലാം അനുവദിക്കുന്നുണ്ടെന്നാണ് ഇവർ പറയുന്നത്. ഈയൊരു വാദം പച്ചക്കള്ളമാണ്. കാരണം വ്യഭിചാരം പോലും ഇസ്ലാം അനുവദിക്കുന്നില്ല. അവിവാഹിതനാണ് വ്യഭിചരിക്കുന്നത് എങ്കിൽ 100 അടി ശിക്ഷ നൽകണമെന്നാണ് ഇസ്ലാമിക നിയമം. ഇനി വിവാഹിതനാണെങ്കിൽ കുറ്റം കോടതിയിൽ തെളിയിക്കപ്പെട്ടു കഴിഞ്ഞാൽ വധശിക്ഷ നൽകണമെന്നാണ് ഇസ്ലാമിക നിയമം. വ്യഭിചാരം എന്ന ഫസ്റ്റ് ഡോറ് തന്നെ ഇസ്ലാം ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഇനി വ്യഭിചാരത്തിൽ ജനിച്ച പുത്രിയെ പിതാവിനെ വിവാഹം കഴിക്കാൻ ഇസ്ലാം അനുവദിക്കുന്നുണ്ട് എന്ന സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയാണ് തെളിയിക്കേണ്ടുന്നത്? ഇസ്ലാമിൻ്റെ 4 അടിസ്ഥാന പ്രമാണങ്ങളിൽ ഏതെങ്കിലും ഒന്നുകൊണ്ട് തെളിയിക്കണം. വിശുദ്ധ ഖുർആൻ, വിശുദ്ധ ഹദീസ്, ഇജ്മാ, ഖിയാസ്, ഈ 4 പ്രമാണങ്ങളിൽ ഏതെങ്കിലും ഒന്നുകൊണ്ട് തെളിയിക്കാൻ പോലും ഇവർക്ക് ഒരു കാലത്തും കഴിയുകയില്ല. ഇനി ഷാഫിഈ മദ്ഹബിലും ഫത്ഹുൽ മുഈനിലും എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. ഇസ്ലാമിൽ 4 പ്രധാന കർമ്മശാസ്ത്ര സരണികളാണുള്ളത്: ഹനഫി മദ്ഹബ്, മാലിക്കി മദ്ഹബ്, ഷാഫിഈ മദ്ഹബ്, ഹംബലി മദ്ഹബ്. വ്യഭിചാരത്തിൽ ജനിച്ച മകളെ പിതാവ് വിവാഹം കഴിക്കൽ ഹനഫി മദ്ഹബ് പ്രകാരം ചെയ്യാൻ പാടില്ലാത്തതാണ്, ഹറാമാണ്. മാലിക്കി മദ്ഹബ് പ്രകാരവും ചെയ്യാൻ പാടില്ലാത്തതാണ്, ഹറാമാണ്. ഹംബലി മദ്ഹബ് പ്രകാരവും ചെയ്യാൻ പാടില്ലാത്തതാണ്, ഹറാമാണ്. ഷാഫിഈ മദ്ഹബ് പ്രകാരവും ചെയ്യാൻ പാടില്ലാത്തതാണ്, കറാഹത്താണ്. ഷാഫിഈ മദ്ഹബിലെ പണ്ഡിതർ പറഞ്ഞത് ഹറാമല്ല, ഹറാമിൻ്റെ തൊട്ട് താഴെ ഗ്രേഡിലുള്ള കറാഹത്താണ് ഇവിടുത്തെ വിധി എന്നാണ്. എന്താണ് ഹറാമും കറാഹത്തും തമ്മിലുള്ള വ്യത്യാസം? മുഹമ്മദ് മുസ്തഫ അസ്സുഹൈലി എന്നവർ അദ്ദേഹത്തിൻ്റെ അൽ വജീസ് ഫി ഉസൂലിൽ ഫിഖ്ഹിൽ ഇസ്ലാമി എന്ന ഗ്രന്ഥത്തിൽ കറാഹത്തിൻ്റെയും ഹറാമിൻ്റെയും താരീഫ്, ഡെഫിനിഷൻ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഹറാം എന്നത് ശാരിഅ അഥവാ അള്ളാഹുവും റസൂലും നിർബന്ധമായും അനിവാര്യമായും ഉപേക്ഷിക്കാൻ പറഞ്ഞ കാര്യമാണ്. മക്റൂഹ് അഥവാ കറാഹത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവും റസൂലും ഉപേക്ഷിക്കാൻ ആവശ്യപ്പെട്ട കാര്യമാണ്. എന്നാൽ ഹറാമിനോളം കണിശതയില്ല. രണ്ടും തമ്മിലുള്ള മറ്റൊരു പ്രധാന വ്യത്യാസം, ഹറാം എന്ന് പറഞ്ഞാൽ ചെയ്യാൻ പാടില്ലാത്തതാണ്, ചെയ്താൽ ശിക്ഷിക്കപ്പെടും. കറാഹത്ത് എന്ന് പറഞ്ഞാലും ചെയ്യാൻ പാടില്ലാത്തതാണ്, എന്നാൽ ചെയ്താൽ ശിക്ഷിക്കപ്പെടുകയില്ല. ഫത്ഹുൽ മുഈനിൽ തൻ്റെ വ്യഭിചാരത്തിൽ നിന്ന് ജനിച്ചവൾ ഹറാമല്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അവിടെയുള്ള മതവിധി ഹറാമല്ല, കറാഹത്താണ് എന്നാണ്. ഹറാമും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്, കറാഹത്തും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. ഫത്ഹുൽ മുഈനിൻ്റെ വിശദീകരണ ഗ്രന്ഥമായ ഇആനത്തു ത്വാലിബീനിൽ ഈ ഒരു പരാമർശത്തിന് ശേഷം ലാക്കിൻ യുക്റഹു, എങ്കിലും അത് കറാഹത്താണ്, ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണെന്ന് വളരെ വ്യക്തമായി നമുക്ക് കാണാൻ കഴിയും. ഇനിയും ഈ വിഷയം മനസ്സിലാകാത്തവർ ഞാൻ ഈ പറയുന്ന കാര്യം ശ്രദ്ധിച്ച് കേൾക്കുക. ഹിന്ദു മാരേജ് ആക്ട് 1955 സെക്ഷൻ 5 ക്ലോസ് 4 പ്രകാരം വിവാഹിതരാകുന്ന 2 പേർ വിവാഹം നിയമപരമായി നിരോധിക്കപ്പെട്ട ബന്ധത്തിൻ്റെ പരിധിയിൽ, ഡിഗ്രീസ് ഓഫ് പ്രോഹിബിറ്റഡ് റിലേഷൻഷിപ്പിൽ ഉൾപ്പെടുന്നവരായിരിക്കരുത്. ഈ നിയമം ലംഘിച്ചുകൊണ്ട് പിതാവ് മകളെ വിവാഹം കഴിച്ചാൽ കോടതിയിൽ ലീഗലി ഓർ സയൻറ്റിഫിക്കലി ഇത് തെളിയിക്കപ്പെടുകയും ചെയ്തു കഴിഞ്ഞാൽ സെക്ഷൻ 11 പ്രകാരം ഈ വിവാഹം വോയിഡാകും അഥവാ നിയമപരമായി അസാധുവാകും. സെക്ഷൻ 18B പ്രകാരം 1 മാസത്തെ ലഘു തടവോ 1000 രൂപ പിഴയോ രണ്ടും കൂടിയോ ശിക്ഷയായി ലഭിക്കപ്പെടും. ഇനി നമുക്ക് സ്പെഷ്യൽ മാരേജ് ആക്റ്റിൽ എന്താണുള്ളതെന്ന് നോക്കാം. സ്പെഷ്യൽ മാരേജ് ആക്ട് 1954 സെക്ഷൻ 4 ക്ലോസ് D പ്രകാരം വിവാഹിതരാകുന്ന 2 പേർ വിവാഹം നിയമപരമായി നിരോധിക്കപ്പെട്ട ബന്ധത്തിൻ്റെ പരിധിയിൽ ഉൾപ്പെടുന്നവരായിരിക്കരുത്. ഇനി ഈ നിയമം ലംഘിച്ചുകൊണ്ട് പിതാവ് മകളെ വിവാഹം കഴിച്ചാൽ കോടതിയിൽ ലീഗലി ഓർ സയൻറ്റിഫിക്കലി ഇത് തെളിയിക്കപ്പെട്ടു കഴിഞ്ഞാൽ സെക്ഷൻ 24 പ്രകാരം ഇവരുടെ വിവാഹം വോയിഡാകും അഥവാ നിയമപരമായി അസാധുവാകും. ഇവിടെയുള്ളൊരു പ്രധാന വ്യത്യാസം, ഹിന്ദു മാരേജ് ആക്ട് സെക്ഷൻ 18B പ്രകാരം ഇതിന് പ്രത്യേകം ശിക്ഷാ വ്യവസ്ഥയുണ്ട്.
എന്നാൽ സ്പെഷ്യൽ മാരേജ് ആക്റ്റിൽ നിരോധിക്കപ്പെട്ട ബന്ധത്തിലുള്ളവർ വിവാഹം ചെയ്താൽ പ്രത്യേകമായ ശിക്ഷാ വകുപ്പില്ല. അതായത് സ്പെഷ്യൽ മാരേജ് ആക്റ്റിൽ പ്രൊഹിബിറ്റഡ് റിലേഷനിലുള്ളവർ വിവാഹം ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു കുറ്റത്തിൻ്റെ പേരിൽ പ്രത്യേകമായി ഒരു ശിക്ഷയും ലഭിക്കുന്നില്ല. സെക്ഷൻ 45 പ്രകാരം ഫാൾസ് ഡിക്ലറേഷൻ, വ്യാജ സത്യവാങ്മൂലം നൽകിയതിന് ചിലപ്പോൾ ശിക്ഷിക്കപ്പെടാം. എന്നല്ലാതെ പ്രൊഹിബിറ്റഡ് റിലേഷൻഷിപ്പിൽ മാരേജ് ചെയ്തതിന് യാതൊരു ശിക്ഷയും സ്പെഷ്യൽ മാരേജ് ആക്ട് വകുപ്പ് പ്രകാരം ലഭിക്കുകയില്ല. അതായത് ഹിന്ദു മാരേജ് ആക്റ്റിൽ സെക്ഷൻ 18B പ്രകാരം ശിക്ഷ ലഭിക്കുന്നതുപോലെ സ്പെഷ്യൽ മാരേജ് ആക്റ്റിൽ ഈ വിഷയത്തിന് യാതൊരു ശിക്ഷയും ലഭിക്കുകയില്ല. ഇനി ഈ വിഷയം ഇസ്ലാമിക കർമ്മശാസ്ത്ര ഭാഷയിൽ ഞാൻ ഒന്നുകൂടി പറയാം. ഹിന്ദു മാരേജ് ആക്ട് മദ്ഹബ് പ്രകാരം പിതാവ് മകളെ വിവാഹം ചെയ്യൽ പ്രൊഹിബിറ്റഡ് ആണ്, ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്, ഹറാമാണ്, ചെയ്താൽ ശിക്ഷിക്കപ്പെടും. സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം പിതാവ് മകളെ വിവാഹം കഴിക്കാൻ പാടില്ലാത്ത കാര്യമാണ്, പ്രൊഹിബിറ്റഡ് ആണ്, കറാഹത്താണ്, ചെയ്താൽ ശിക്ഷ ലഭിക്കുകയില്ല. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം പിതാവ് മകളെ വിവാഹം കഴിക്കൽ ഹറാമല്ല, കറാഹത്താണ്. ഹറാമല്ല എന്ന് പറഞ്ഞാൽ ശിക്ഷ ലഭിക്കുകയില്ല, പക്ഷേ കറാഹത്താണ്, ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്, പ്രൊഹിബിറ്റഡ് ആണ്. ഇനിയാണ് എൻ്റെ ചോദ്യം, സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം പിതാവ് മകളെ വിവാഹം കഴിച്ചാൽ അവർക്ക് യാതൊരു ശിക്ഷയും ലഭിക്കുകയില്ല. എന്നാൽ ഇതിൻ്റെ അർത്ഥം സ്പെഷ്യൽ മാരേജ് ആക്ട് പിതാവ് മകളെ വിവാഹം കഴിക്കാൻ അനുവദിക്കുന്നുണ്ട് എന്നാണോ? ഇതിനാണ് നിരീശ്വരവാദികളും ഇസ്ലാം വിമർശകരും ഇസ്ലാം വിരോധികളും കൃത്യമായ മറുപടി പറയേണ്ടുന്നത്.